ഞാൻ എടുക്കുക. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബെഡിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അവൻ ട്രാൻസിറ്റ് വഴി 2 രാജ്യം പോകുന്നുണ്ട് ഇത്തവണ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന് പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുവാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് കയറാം. വെൽക്കം ടു ബ്ലേഷ ആൻഡ് കോ. നമ്മുടെ യൂബർ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങണം. ഓക്കെ, ബെറാക്കി ഈസ് ഓൾ സെറ്റ്, ബെറാക്കി ഈസ് റെഡി. ഇത് കണ്ടോ, ബെറാക്കി എല്ലാം റെഡി ആയിട്ടിരിക്കുക. കണ്ടോ, അങ്ങനെ ബെറ്റി ടാറ്റയൊക്കെ കൊടുത്തു. അല്ലേ ബെറ്റി? അല്ലേ ബെറ്റി? ആ, അങ്ങനെ നമ്മൾ മുംബൈ ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. രാത്രി 12 മണിക്കാണ് നമ്മൾ പോകുന്നത്. വെളുപ്പിന് 3 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ട്രോളി ഇവിടെ എവിടെയും കാണാനില്ല. ട്രോളി ബാങ്കിലൊക്കെ ട്രോളി ഇല്ല. അവസാനം ഞാൻ അങ്ങേ അറ്റത്ത് പോയി കണ്ടു ഏതോ ഒരു ട്രോളി എടുത്തുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു. ഇനി നമ്മൾ പതുക്കെ പോവുക. ബെറ്റി, അപ്പോൾ നമ്മൾ പോവുക അല്ലേ? നമ്മൾ ഇന്നാളെ വന്നപ്പോൾ പോകാൻ പറ്റിയില്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ പോവുക. നമുക്കൊരു ഹെൽപ്പർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എനിക്ക് തന്നെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. ബൈ 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 ബൈ. നമുക്ക് ഹെൽപ്പിന് വേണ്ടി വന്ന ആൾ വന്നു കേട്ടോ. അങ്ങനെ ചെറിയൊരു പണി കിട്ടി. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 6 കിലോ നമുക്ക് കുറച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6000 രൂപ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച 6 കിലോ അങ്ങ് കുറച്ചേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതെ, ഞാൻ 6 കിലോ കുറയ്ക്കാനുള്ള പരിപാടിയിലാണ്. എങ്ങനെയാണോ കുറയ്ക്കാൻ പോകണം ദൈവത്തിനറിയാം. അങ്ങനെ നമ്മൾ അവർക്ക് കൊടുത്തു വിട്ടേ. ലിജിനെ വിളിപ്പിച്ച് അവർ ഇറങ്ങാൻ വേണ്ടി പോയേക്കുമായിരുന്നു. പക്ഷേ ഞാൻ അവരെ വിളിച്ച് വരുത്തി. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ലഗേജ് സോർട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു. എയർപോർട്ടിൻ്റെ ഉള്ളിലെ വണ്ടിയിൽ കൂടെ ബെഡും ഞാനും ഒരു യാത്ര. അല്ലേ ബെജി? അമ്മേ. അങ്ങനെ ഞങ്ങൾ ഇരുത്തേണ്ട സ്ഥലത്ത് കൊണ്ടാക്കി കേട്ടോ. ആണ്ടെ കസേര കയറ്റി ഇരുത്താൻ പോവാണ് ദൈവമേ. അങ്ങനെ ആ ചേട്ടൻ നമ്മളെ 10 മിനിറ്റ് മുമ്പ് ഇവിടെ കൊണ്ട് എത്തിച്ചു കേട്ടോ. ബെജി, ഫ്ലൈറ്റ് പൊങ്ങാൻ നേരത്ത് ബെഡിൻ്റെ എക്സ്പ്രഷൻ കാണിച്ചു തരാം. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങിയ സന്തോഷമൊക്കെ കഴിഞ്ഞ് ബെഡിൽ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി കണ്ടോ കേട്ടോ, ഇപ്പോൾ കണ്ണങ്ങ് തുറന്ന് നോക്കും. ആരാത് എന്നുള്ള രീതിയിൽ കണ്ട, ഇപ്പോൾ കണ്ണം കാണിക്കും. അതാണ് ബെറ്റി. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ട് തന്നു കേട്ടോ. എനിക്ക് 2 എണ്ണം കിട്ടി ഫുഡ്. ബെഡി ഉള്ളതുകൊണ്ട് എൻ്റെ ട്രെയിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ബെഡി എൻ്റെ മടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പുറത്തിരിക്കുന്നവൻ്റെ ട്രെയിലാണ് വെച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ കൊളംബോ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നു. കൊച്ചുകൂടെ ഉണ്ടല്ലോ. നമ്മളങ്ങനെ ഇവിടെ വന്നു കേട്ടോ. ഇനി നമുക്ക് ഗേറ്റ് നമ്പർ 9 പോകണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് നമ്പർ 9 ഫ്രണ്ടിൽ തന്നെ ഉണ്ട്.
അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം ബാക്കി പരിപാടികൾ. ഇതേ അങ്ങേറ്റത്ത് കാണുന്ന ഗേറ്റ് നമ്പർ 9. കൊളംബോയിൽ നമുക്കൊരു 1 hour ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ലോഞ്ചിൽ വന്നിരുന്ന് ബെഡിന് ഫുഡ് കൊടുത്ത് ബെഡ് ഫുഡ് കഴിച്ചു. നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അടുത്ത ഫ്ലൈറ്റിൽ കയറേണ്ട സമയമായി. ഹായ്. ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബെഡി ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നു. വീണ്ടും 2 എണ്ണം ഉണ്ട് ബെഡി ഉള്ളതുകൊണ്ട്. നൈസ് സാധനം. ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ നേരത്തെ ഞാൻ ആ സാധനം കാണുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജർമ്മൻകാരും നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ചൈനക്കാരും കണ്ടുകൊണ്ടിരിക്കുന്ന പടം ഏതാണെന്നറിയാമോ? നമ്മുടെ 3 Idiots ആണ് കാണുന്നത്. ഇപ്പം താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെള്ളമാട്ടോ, വേവ്സ് ഒക്കെ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ നടുക്കായിരുന്നു. മാൽഡീവ്സിലെത്തി. ബെറ്റി കിടന്ന് ഉറങ്ങുവാണ്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് മോമിനെ കാണാൻ പറ്റും, കുഞ്ഞിനെ കാണാം. അങ്ങനെ കുറച്ച് ദിവസത്തെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ഇറങ്ങും കേട്ടോ. നമ്മുടെ ബെഡി കിടക്കണ നോക്കി.